നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ബി.ജെ.പിയുമായി ചേർന്ന് ഗുരുതര ക്രമക്കേടുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി. സപ്ലൈകോയിൽ കാർഡൊന്നിന് 1 ലിറ്റർ വെളിച്ചെണ്ണ തിങ്കളാഴ്ച മുതൽ. സ്കൂൾ പാചക തൊഴിലാളികളുടെ ഓണറേറിയം എല്ലാ മാസവും 5-ന് മുമ്പ് നൽകും. കണക്കിൽപ്പെടാത്ത പണം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. വാർത്തകൾ വിശദമായി. ബി.ജെ.പിയുമായി ചേർന്ന് ഗുരുതര ക്രമക്കേടുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് നടപടികളിൽ ബി.ജെ.പിയുമായി ചേർന്ന് ഗുരുതര ക്രമക്കേടുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൗകര്യമൊരുക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഡിജിറ്റൽ ഡിസ്പ്ലേ വഴി കണക്കുകൾ നിരത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിക്കുമെതിരെ ആഞ്ഞടിച്ചത്. ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചതായാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർത്ത പുതിയ വോട്ടർമാരെക്കാൾ 5 മാസം കൊണ്ട് വോട്ടർമാരെ ചേർത്തുവെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നതായും ഇലക്ട്രോണിക് വോട്ടർ പട്ടിക നൽകാൻ കമ്മീഷൻ വിസമ്മതിച്ചുവെന്നും ഇത് പരിശോധനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ആരോപിച്ചു. കമ്മീഷൻ ബി.ജെ.പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നതായി സംശയമുണ്ടെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ഇത് പഠിക്കാൻ ഒരു ടീമിനെ നിയോഗിച്ചിരുന്നതായി അറിയിച്ചു. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയർന്നു. CCTV ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ നിയമങ്ങൾ മാറ്റിയതായും 45 ദിവസം കഴിയുമ്പോൾ ദൃശ്യങ്ങൾ നശിപ്പിക്കുമെന്നതാണ് കാരണമായി പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ഓരോ പേരും ഫോട്ടോയും വിവരങ്ങളും തങ്ങൾ നിയോഗിച്ച ടീം വിശദമായി പരിശോധിച്ചുവെന്നും സോഫ്റ്റ് കോപ്പി തരാത്തതിനാൽ കടലാസ് രേഖകൾ വെച്ച് പരിശോധിക്കേണ്ടി വന്നുവെന്നും സെക്കൻഡുകൾ കൊണ്ട് തീർക്കാവുന്ന പരിശോധനയ്ക്ക് ഇത് കാരണം 6 മാസം വേണ്ടി വന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പല വോട്ടർമാർക്കും വിലാസമില്ലെന്നും 25 സീറ്റുകളിൽ വോട്ട് അട്ടിമറിച്ചാണ് മോദി അധികാരത്തിലെത്തിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹരിയാന, കർണാടക എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിലും സംശയമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സപ്ലൈകോയിൽ കാർഡൊന്നിന് 1 ലിറ്റർ വെളിച്ചെണ്ണ തിങ്കളാഴ്ച മുതൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് 457 രൂപ നിരക്കിൽ വെളിച്ചെണ്ണ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ഒരു കാർഡിന് 1 ലിറ്റർ എന്ന ക്രമത്തിലാവും ലഭിക്കുക. അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രി അറിയിച്ചു. സപ്ലൈകോ വഴി ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ ക്രമത്തിലും വിൽക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേര ഫണ്ട് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ഓണറേറിയം എല്ലാ മാസവും 5-ന് മുൻപ് നൽകും. സ്കൂൾ പാചക തൊഴിലാളികളുടെ ഓണറേറിയം എല്ലാ മാസവും 5-ന് മുമ്പ് നൽകാൻ തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. തൊഴിലാളികളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സായി നിശ്ചയിച്ചു. തൊഴിലാളികൾക്ക് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും നൽകാൻ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകും. അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പാചക തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ തൊഴിൽ കമ്മീഷണറെ യോഗം ചുമതലപ്പെടുത്തി. മിനിമം വേജസ് പരിധിയിൽ നിന്ന് സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയോട് യോഗം ആവശ്യപ്പെട്ടു. കണക്കിൽപ്പെടാത്ത പണം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ മുറിക്കുള്ളിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയ റിട്ട് സുപ്രീം കോടതി തള്ളി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവാകുകയും ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകുകയും ചെയ്തിരുന്നത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള ശുപാർശയുണ്ട്. ആഭ്യന്തര അന്വേഷണ സമിതിയുടേത് വ്യക്തമായ തെളിവില്ലാതെയുള്ള റിപ്പോർട്ടാണെന്നും തന്റെ ഭാഗം കേട്ടില്ലെന്നും വാദിച്ച് ജസ്റ്റിസ് വർമ്മ നൽകിയ റിട്ട് ഹർജിയാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ്, മസീഹ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നിലവിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് വർമ്മ. ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ തീയണയ്ക്കാനെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് സ്റ്റോർ റൂമിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെടുത്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണിത് കണക്കിൽപ്പെടാത്തവയാണെന്ന് കണ്ടെത്തിയത്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന്. രാജ്യത്തെ 17ാമത് ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന് നടക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ചു. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ അംഗങ്ങൾ, ലോക്സഭാംഗങ്ങൾ എന്നിവരടങ്ങിയ ഇലക്ടറൽ കൊളീജിയമാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. ജോലിക്ക് ഹാജരാകാത്ത
ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കുന്നു. ജോലിക്ക് ഹാജരാകാത്ത 51 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കാൻ സർക്കാർ ഉത്തരവിട്ടു. പല പ്രാവശ്യം തിരികെ സർവീസിൽ പ്രവേശിക്കാൻ അവസരം നൽകിയിട്ടും താല്പര്യം കാട്ടാത്തവരെയാണ് നീക്കം ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇത്തരം ജീവനക്കാരെ തുടരാൻ അനുവദിക്കുന്നത് സേവന തൽപരരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരം നിഷേധിക്കലാവും എന്നതിനാലാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശന നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും വീണ ജോർജ് അറിയിച്ചു. കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. നഴ്സായ പനവേലി സ്വദേശി സോണിയ, ബേക്കറി ജീവനക്കാരിയായ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. ശേഷം വാൻ ഓട്ടോയിലും ഇടിച്ചു. രാവിലെ 6:30യോടെയാണ് MC റോഡിൽ അപകടം സംഭവിച്ചത്. അപകടം നടന്നതോടെ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വാൻ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മലദ്വാരത്തിൽ ഗർഭനിരോധന ഉറകളിൽ ലഹരി കടത്താൻ ശ്രമിച്ചയാളെ പിടികൂടി. മലദ്വാരത്തിൽ ഗർഭനിരോധന ഉറകളിൽ MDMA ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചയാളെ ബംഗളൂരുവിൽ നിന്നും പിടികൂടി. കൊല്ലം ഇരവിപുരം ഉദയതാര നഗർ സ്വദേശി സക്കീർ ഹുസൈനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 107 ഗ്രാം MDMA ആണ് ഇയാൾ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത്. സക്കീർ ഹുസൈന്റെ കൂട്ടാളിയായ അജ്മൽ ഷായാണ് ആദ്യം പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബംഗളൂരുവിലേക്ക് ഒളിവിൽ പോയ സക്കീർ ഹുസൈനെ കണ്ടെത്തുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ ലഹരിക്കടത്ത് ഉൾപ്പെടെ 5 കേസുകളുണ്ട്. ഡോക്ടറെ ആക്രമിച്ചെന്ന പരാതിയിൽ നഴ്സുമാർക്കെതിരെ നടപടി. വനിതാ ജൂനിയർ ഡോക്ടറെ ആക്രമിച്ചെന്ന പരാതിയിൽ നഴ്സുമാർക്കെതിരെ നടപടി. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടപടി. ഡ്യൂട്ടി സമയത്ത് ആക്രമിച്ചതായി മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷനാണ് പരാതി നൽകിയത്. സൂപ്രണ്ട് നിയോഗിച്ച അന്വേഷണ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നഴ്സുമാരെ 2 ദിവസം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നടപടി. അതേസമയം സൂപ്രണ്ടിന്റെ നടപടി ഏകപക്ഷീയമാണെന്നാണ് നഴ്സുമാരുടെ വാദം. ഖാനയിൽ ഹെലികോപ്റ്റർ തകർന്നു. 2 മന്ത്രിമാരടക്കം 8 പേർക്ക് ജീവഹാനി. ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്ന് 2 മന്ത്രിമാരടക്കം 8 പേർ കൊല്ലപ്പെട്ടു. പ്രതിരോധ മന്ത്രി എഡ്വാർഡ് ഒമാനെ ബോ ആമ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഇബ്രാഹിം മുഹമ്മദ് എന്നിവരാണ് മരിച്ചവർ. ഇവർക്ക് പുറമെ ഭരണകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനും മുതിർന്ന ദേശീയ ഉപദേഷ്ടാക്കളിൽ ഒരാളും മറ്റ് 4 ക്രൂ അംഗങ്ങളുമാണ് മരിച്ചത്. ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഉന്നതതല സംഘം രാജ്യ തലസ്ഥാനമായ അക്രയിൽ നിന്ന് ഖനന മേഖലയായ ഒബു ആസിയിലേക്കുള്ള യാത്രയ്ക്കായി പറന്നുയർന്ന് താമസിയാതെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഗതാഗതത്തിനും മെഡിക്കൽ സാധനങ്ങൾ എത്തിക്കുന്നതിനുമായി പൊതുവെ ഉപയോഗിച്ചു വരുന്ന Z-9 വിഭാഗം ഹെലികോപ്റ്ററാണ് തകർന്ന് കത്തിക്കരിഞ്ഞു വീണത്. കൃത്യമായ അപകട കാരണം വ്യക്തമായിട്ടില്ല. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. കോടതി വളപ്പിൽ റീൽസ് ചിത്രീകരണം
കേസെടുത്തു. കോടതി വളപ്പിൽ റീൽസ് ചിത്രീകരിച്ചതിന് പോലീസ് കേസെടുത്തു. കൊല്ലം കരുനാഗപ്പള്ളി കോടതി വളപ്പിലാണ് ചിത്രീകരണം നടന്നത്. കൊലപാതക കേസിലെ പ്രതിയായ അതുൽ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ എന്നിവരാണ് റീൽസ് ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ജഡ്ജിയുടെ പരാതിയിലാണ് കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തത്. വീട്ടിൽ അനധികൃത മദ്യവിൽപ്പന കേന്ദ്രം നടത്തിവന്ന യുവാവ് പിടിയിൽ. പിടിയിൽ. കൊല്ലം ശൂരനാട് വടക്ക് പടിഞ്ഞാറ്റുമുറി സ്വദേശി 42-കാരനായ സന്തോഷിനെയാണ് എക്സൈസ് പിടികൂടിയത്. 200 മില്ലിയുടെ ഫ്രൂട്ടി കുപ്പികളിലാക്കിയാണ് മദ്യം വിറ്റിരുന്നത്. ഏറെ നാളായി വീട് കേന്ദ്രീകരിച്ചുള്ള മദ്യവിൽപ്പന തകൃതിയായി നടന്നു വരികയായിരുന്നു. നിരവധി തവണ നാട്ടുകാരുടെ പരാതിയിൽ പരിശോധിച്ചെങ്കിലും തൊണ്ടി കണ്ടെത്താനായിരുന്നില്ല. കൂട്ടാളിയായ 45-കാരൻ പ്രദീപിനെ പിടികൂടാനായിട്ടില്ല. ശാസ്താംകോട്ട എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. ഹിരോഷിമ ദിനം ആചരിച്ചു. ഹിരോഷിമ ദിനാചരണം നടത്തി. പാലക്കാട് അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഹിരോഷിമ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ K മുരളീകൃഷ്ണൻ സ്വാഗതവും ക്ലബ് സെക്രട്ടറി K ജിഷ്ണ നന്ദിയും പറഞ്ഞു. സർവമത പ്രാർത്ഥന, സഡാക്കോ കൊക്ക് നിർമ്മാണം, പോസ്റ്റർ പ്രദർശനം, യുദ്ധവിരുദ്ധ കയ്യൊപ്പ് ചാർത്തൽ, യുദ്ധവിരുദ്ധ ഗാനം എന്നിവ നടന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ 26-ാം വർഷവും SFI നേടി. കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭരണം 26-ാം വർഷവും SFI നേടി. ചെയർമാനായി നന്ദജ് ബാബു, വൈസ് ചെയർപേഴ്സൺമാരായി M ദിൽജിത്ത്, അൽന വിനോദ്, ജനറൽ സെക്രട്ടറിയായി കവിത കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിയായി K അധിഷ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ എക്സിക്യൂട്ടീവിൽ വയനാടും കാസർഗോഡും UDSF സഖ്യത്തിൽ മത്സരിച്ച MSF ചരിത്രത്തിൽ ആദ്യമായി പിടിച്ചെടുത്തപ്പോൾ കണ്ണൂർ SFI നിലനിർത്തി. പ്രാർത്ഥിച്ച ശേഷം ഭണ്ഡാരം തുറന്ന് മോഷണം. എറണാകുളത്ത് 2 പേർ പിടിയിൽ. പള്ളിയിലെത്തി പ്രാർത്ഥിച്ച ശേഷം ഭണ്ഡാരം തുറന്ന് മോഷണം നടത്തിയവർ അറസ്റ്റിൽ. എറണാകുളം കൊടനാട് സ്വദേശി ജിതേഷ്, ഒക്കൽ സ്വദേശി പ്രവീൺ എന്നിവരാണ് CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങി അറസ്റ്റിലായത്. 15,000 രൂപയാണിവർ ഭണ്ഡാരത്തിനുള്ളിൽ നിന്ന് മോഷ്ടിച്ചിരുന്നത്. തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തയാൾ പിടിയിൽ. തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത് കബളിപ്പിച്ചയാൾ പിടിയിലായി. തൃശൂർ ചേലക്കര തോന്നൂർക്കര വടക്കേതിൽ അജിത്തിനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റവന്യൂ റീസർവേ ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയെ കബളിപ്പിച്ച് 40,000 രൂപ തട്ടിയെടുത്തതായാണ് കേസ്. 2023 ഓഗസ്റ്റിലാണ് പരാതിക്ക് ആധാരമായ തട്ടിപ്പ് നടന്നത്. സ്വർണം പണയപ്പെടുത്തി ആദ്യം 35,000 രൂപയും പിന്നീട് 5,000 രൂപയുമാണ് യുവതി അജിത്തിന് നൽകിയത്. തുടർന്ന് പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കാതെ വരികയും നൽകിയ ഫോൺ നമ്പറിൽ ആളെ കിട്ടാതാവുകയും ചെയ്തതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇതേപോലെ നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടതായി യുവതി തിരിച്ചറിഞ്ഞത്. തുടർന്ന് കളക്ടർക്കും പോലീസിനും പരാതി നൽകുകയായിരുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പ്, 5 പേർക്ക് പരിക്ക്. അമേരിക്കയിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പിൽ 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിലാണ് ഇന്നലെ വെടിവെപ്പുണ്ടായത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 28-കാരനായ കൊർണേലിയസ് റാസ്ഫോർഡ് എന്ന സൈനികനാണ് സ്വകാര്യ കൈത്തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അക്രമത്തിനുണ്ടായ കാരണം എന്തെന്നത് വ്യക്തമായിട്ടില്ല. സ്വകാര്യ കൈത്തോക്ക് എങ്ങനെ ഇയാൾ സൈനിക താവളത്തിനുള്ളിൽ എത്തിച്ചുവെന്നതും അന്വേഷണത്തിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJPയുമായി ചേർന്ന് ഗുരുതര ക്രമക്കേടുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി. സപ്ലൈകോയിൽ കാർഡൊന്നിന് 1 ലിറ്റർ വെളിച്ചെണ്ണ തിങ്കളാഴ്ച മുതൽ. സ്കൂൾ പാചക തൊഴിലാളികളുടെ ഓണറേറിയം എല്ലാ മാസവും 5-ന് മുമ്പ് നൽകും. കണക്കിൽപ്പെടാത്ത പണം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.